പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, സുഖമാണല്ലോ അല്ലെ? നമുക്ക് ഈ ഒരു പുതിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഒരു ആഴ്ച നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ മേലെല്ലാം ദൈവത്തിന്റെ ആത്മാവിന്റെ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ 13-ാം തീയതിയാണ്, ജൂൺ 13 വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ എന്ന് അറിയാമല്ലോ. അന്നേ ദിവസം തന്നെയാണ് പ്രിയ സഹോദരങ്ങളെ നമ്മളുടെ കടബാധ്യതയിലെ, അതുപോലെ സാമ്പത്തികമായി തകർന്നടിഞ്ഞ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള 7 ആഴ്ചയിലെ പ്രാർത്ഥനയിലെ 7ാമത്തെ ആഴ്ചയാണ് വരുന്ന വ്യാഴാഴ്ച. ഇപ്പൊ രാവിലെ കൃത്യം 9:10 ആരംഭിക്കുന്ന ശുശ്രൂഷ, അത് 2:30 വരെ. ഇന്നു മുതലേ അച്ഛൻ പ്രത്യേകമായിട്ട് അതിനുവേണ്ടി ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചു ഒരുങ്ങുകയാണ്. പ്രത്യേകിച്ച് ഒരുപാട് പേരുടെ കണ്ണുനീരിന്റെ നിദാനമാണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നും ഇങ്ങനെ സാമ്പത്തികമായ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ പ്രിയ സഹോദരങ്ങൾ, ഒരുപാട് പേരുടെ കണ്ണുനീരെന്ന് പറഞ്ഞ് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കും. സാധിക്കുന്നവരെല്ലാം ശരിക്കും പ്രാർത്ഥിച്ചു ഒരുങ്ങി നേരത്തെ വന്നേക്കണം. അപ്പോഴാണ് നേരത്തെ വന്നൊരു ശുശ്രൂഷയിൽ മുഴുവൻ നമ്മൾ പങ്കെടുക്കുമ്പോഴാണ് അത് അഭിഷേകവും അനുഗ്രഹമായി തീരുന്നത്. പിന്നെ അന്നേ ദിവസം നമ്മളുടെ താമസിച്ചുള്ള ധ്യാനം ആരംഭിക്കുകയാണ്. അന്ന് ഈവനിങ്ങിലെ നമ്മൾ താമസിച്ചുള്ള ധ്യാനം ഞായറാഴ്ച 3 മണി വരെ നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ പ്രത്യേകമായിട്ട് ഓർത്തേക്കണം കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വെളിപാട് 21:4. അവിടെ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: അവിടുന്ന് അവരുടെ അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. അതായത് കണ്ണീരുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് നമ്മളുടെ മിഴികളിൽ കണ്ണുനീരുണ്ട്. മിഴികളിൽ കണ്ണീരെന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ണീരൊന്നും ഇല്ല. പക്ഷേ പ്രിയ സഹോദരങ്ങൾ, ഉള്ളുകൊണ്ട് കരയാന്ന് പറയില്ലേ, ഒരു കാര്യം നേരെ ചെന്ന് നടക്കണില്ല എന്ന് പറയില്ലേ, ഭയങ്കരമായ സ്വസ്ഥത, ആ വേദന കർത്താവ് തുടച്ചു നീക്കും. പ്രിയ സഹോദരങ്ങളെ, ഒരു ദൈവ പൈതൽ ഞാൻ കണ്ടിട്ടുണ്ട് സഹോദരങ്ങളെ, കണ്ണില്ലാത്തവര്, കേൾവിയില്ലാത്തവര്, കഠിനമായ രോഗാവസ്ഥയിലുള്ളവര്, പക്ഷെ അവരുടെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു ആനന്ദം, ഇതൊന്നുമില്ലാത്ത, അവർക്ക് കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, മക്കളുണ്ട്, അത്യാവശ്യം സമ്പത്തുണ്ട്, വീടുണ്ട്, കാറുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും മുഖത്ത് എന്നും ഒരു വിഷാദഭാവം ബാധിച്ചിട്ടുള്ള എത്ര മക്കളെ കണ്ടിട്ടുണ്ട് സഹോദരങ്ങളെ. അതാണ് പറയുന്നത്, ആ കണ്ണുനീര് കർത്താവിനെ അത് തുടച്ചു നീക്കാൻ പറ്റും. ഈ ലോകത്ത് ഒരു മനുഷ്യ വ്യക്തിക്കും ആ ഒരു കണ്ണുനീര് തുടച്ചു നീക്കാൻ പറ്റില്ല പ്രിയ സഹോദരങ്ങളെ. പക്ഷെ കർത്താവിന് നിന്റെ കണ്ണുനീര് തുടച്ചു നീക്കാനായിട്ട് അനുവദിക്കാൻ നീ സന്നദ്ധനാണോ? നിന്റെ ജീവിതം രക്ഷപ്പെട്ടു. പ്രൈസ് ദ ലോർഡ്. നീ അങ്ങനെ കണ്ണുനീരിന്റെ വലിയൊരു വേദനയുടെ ഒക്കെ നടുവിലാണെങ്കിൽ പ്രത്യേകമായിട്ട് അച്ഛൻ ഈ വരുന്ന വ്യാഴാഴ്ച ആരംഭിക്കുന്ന റിട്രീറ്റില് നിങ്ങളെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ് കേട്ടോ. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, വചനത്തിന്റെ അധികാരത്തിൽ, വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.